സ്ട്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റൊരു വേൾഡ് കപ്പ് എഡിഷനിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അല്ലേ ബ്ലൂ, അതെ, നമ്മുടെ ദിദിയർ ദശോംസിൻ്റെ ഫ്രഞ്ച് പടയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഫ്രാൻസ് സ്ക്വാഡിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഒറ്റ വാക്കിൽ സ്ക്വാഡ് അനാലിസിസ് നടത്താൻ പറ്റും. എന്താണ് നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന തരത്തിലൊരു സംഭവം? മറ്റൊന്നുമല്ല, ഇവർ വേൾഡ് കപ്പ് അടിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളത്. അതായത് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ഫേവറേറ്റ്സുകളാണ്. അതായത് ഫേവറേറ്റ്സുകളുടെ പട്ടികയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ടീമാണ് ഈ ഫ്രഞ്ച് പട എന്നുള്ളത് വളരെ അനായാസമായിട്ട് ആർക്കും ഈസി ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. കാരണം അമ്മാതിരി സ്ക്വാഡുണ്ട്. പിന്നെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സ്ക്വാഡിലെ വീക്ക്നെസ്സുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ച് പോകും. കാരണം അതാണല്ലോ അതിൻ്റെ ഒരു രീതി. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സ്ക്വാഡിനെ പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ചില മനുഷ്യന്മാരുടെ മനസ്സിൽ ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിദിയർ ദശോംസ് എന്ന് പറയുന്ന ഈ ഫ്രഞ്ച് കോച്ച് അവിടെ ഓവർ സ്റ്റേ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ തന്നെ ചങ്ങായി ആ ബാറ്റൺ സിനദിൻ സിദാന് കൈമാറേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, ഈ ദിദിയർ ദശോംസ് ഒരു അസൽ കറകളഞ്ഞ ഒരു ഫ്രഞ്ച് ഇതിഹാസമാണ്, അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ഇതിഹാസമാണ്. കാരണം ഫുട്ബോൾ ലോകത്ത് 3 ആൾക്കാർക്ക് മാത്രമാണ് ഒരു പ്ലെയർ എന്ന നിലയിലും ഒരു കോച്ച് എന്ന നിലയിലും ഈ വേൾഡ് കപ്പ് ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിലൊരാളാണ് ദിദിയർ ദശോംസ്, ചില്ലറക്കാരനല്ല. 1998 ഫ്രാൻസിനെ വേൾഡ് കപ്പിലേക്ക് നയിക്കുന്നത് കപ്പിത്താൻ എന്ന നിലയിൽ ദിദിയർ ദശോംസ് ആയിരുന്നു. 2018 കോച്ച് എന്ന നിലയിലും ആ ഒരു ദൗത്യം ചങ്ങായി നിർവഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീടുള്ള 2 പേരുകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് സഗാലോ ആണ്, ബ്രസീലിയൻ ഇതിഹാസം. മറ്റൊരു പേര് ജർമ്മൻ ഇതിഹാസമായിട്ടുള്ള ഫ്രാൻസ് ബെക്കൻബോവ. വാട്ട് എ പ്ലെയർ മാൻ, വാട്ട് എ മാനേജർ ഓൾസോ, അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ള പരിപാടികൾ ചെയ്തിട്ടുള്ള 3-ൽ-ഒരാളാണ് ദിദിയർ ദശോംസ്. പിന്നെ ആൾ ക്ലബ് ലെവലിലും എന്താണ് ഒരു പ്ലെയർ എന്ന നിലയിലും ഒരുപാട് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ മാനേജർ എന്ന നിലയിലും ഒരുപാട് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പ്രധാനമായിട്ടും മാർസയ്ക്ക് 18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലീഗ് ടൈറ്റിൽ നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊണോക്കോയെ വെച്ചിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 3 പീറ്റ് കപ്പ്, ഡൊമസ്റ്റിക് കപ്പ് കിരീടങ്ങൾ മാർസയ്ക്ക് വേണ്ടി നേടിക്കൊടുത്തുള്ള ചരിത്രം പറയേണ്ട ആൾ മാർസയുടെയും പ്ലെയറായിരുന്നു, ക്യാപ്റ്റനായിട്ടുള്ള ആളായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ചെൽസിക്ക് വേണ്ടിയിട്ട് ഒരു വർഷം ചങ്ങായി കളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദശോംസ് ഞാൻ പറഞ്ഞല്ലോ ഒരു കറകളഞ്ഞ ലെജൻഡാണ്. ഇനി ഇതൊന്നുമല്ല, ഇതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊന്നുമല്ല ആളെ വ്യത്യസ്തനാക്കുന്നത്. ഈ ഫ്രഞ്ച് നാഷണൽ സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രഞ്ച് ആരാധകർക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടായിരിക്കും. അതായത് 2006 ആ ഒരു ഫൈനലിന് ശേഷമുള്ള സാഹചര്യമൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല നടക്കുന്നായിരുന്നു. ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു ഡ്രസ്സിംഗ് റൂമായിരുന്നു. വളരെ ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങളാണ് ആ ഫ്രഞ്ച് സ്ക്വാഡിൽ നടക്കുന്നുണ്ടായിരുന്നത്. റെയ്മൻ ഡൊമിനിക് എന്ന് പറയുന്ന മാനേജറുടെ നേതൃത്വത്തിൽ അവർ 2006 വേൾഡ് കപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തി. പിന്നെയാണല്ലോ സിനദിൻ സിദാൻ. അത് സിനദിൻ സിദാൻ എന്ന് പറയുന്ന ചെങ്ങായുടെ മാജിക്കൽ ഒരു ക്യാമ്പയിനായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു മത്സരം സിദാൻ്റെ എന്ന് പറഞ്ഞാൽ ആ വേൾഡ് കപ്പിലെന്ന് പറഞ്ഞാൽ ബ്രസീലിനെതിരെയുള്ള ആളുടെ പ്രകടനമായിരുന്നു. അത് സിംഗിൾ ഹാൻഡഡ്ലി കാര്യങ്ങൾ ചെയ്യുകയാണല്ലോ, മാജിക് ചെയ്യുകയാണല്ലോ. ഒരു വെറ്ററനായിട്ടുള്ള ആ ചങ്ങായി വല്ലാത്തൊരു പ്ലെയർ തന്നെ. സീസു ഒരു രക്ഷയില്ലാത്തൊരു ഫുട്ബോളറായിരുന്നു. അപ്പോൾ എന്താണ് അങ്ങനെ ആ ഫൈനലിൽ പക്ഷേ ആ ഒരു ഇൻസിഡൻ്റൊക്കെ സംഭവിച്ചു. അങ്ങനെ അവർ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടു. പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ വേൾഡ് കപ്പ് മാത്രം നല്ല വേൾഡ് കപ്പ് ഒന്നും ആയിരുന്നില്ല. ഗ്രൂപ്പ് എക്സിറ്റാണ് ഫ്രാൻസിനെ തേടിയെത്തിയിട്ടുണ്ടായിരുന്ന സാഹചര്യത്തിൽ. ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. ബാക്ക് ടു ബാക്ക് അടിക്കാനായിട്ട് വന്നിട്ടുള്ള ഫ്രാൻസ് ഗ്രൂപ്പിൽ തന്നെ പുറത്തായി പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടുവന്നു. 2002 അവർ 2000 യൂറോ ഒക്കെ അടിച്ചിട്ടുള്ളൊരു സൈഡായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ 2006 ശേഷം അവിടെ ഭയങ്കരമായിട്ടുള്ള ടോക്സിക് സംഭവങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 2010 വേൾഡ് കപ്പിലെ പരിപാടി എന്തായിരുന്നു 2010 അവർ ഗ്രൂപ്പിൽ എക്സിറ്റായി. ഫ്രാൻസ് ഗ്രൂപ്പിൽ എക്സിറ്റായി എന്ന് മാത്രമല്ല, എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. നിക്കോളാസ് അനൽക്ക റെയ്മൻ ഡൊമിനിക്കുമായിട്ടുള്ള ആളുടെ ടാക്ടിക്സിനെ ചോദ്യം ചെയ്യുന്നു. വല്ലാത്ത രീതിയിലുള്ള തെറിയും പരിപാടികളൊക്കെ മൊത്തത്തിൽ നടക്കുന്നു. ആ രീതിയിലുള്ള പത്രങ്ങൾ ആ രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുന്നു. പിന്നെ പ്ലെയേഴ്സിൻ്റെ പ്രൊട്ടസ്റ്റ് സംഭവിക്കുന്നു. അങ്ങനെ ആകെ ഒരു വല്ലാത്ത രീതിയിലുള്ളൊരു അവസ്ഥയായിരുന്നു. ഒരു ഷെയിമായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ഓഫ് ദ പിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്ലെയേഴ്സ് തമ്മിലുള്ള. ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും അറിയുന്നല്ലേ, ബെൻസീമ, ഫ്രാങ്ക് റിബറി, അത്തരത്തിലുള്ള വിഷയങ്ങൾ, ദെബൂഷിയൊക്കെ അടങ്ങുന്ന തരത്തിലുള്ള ആ വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടോക്സിക് സംഭവങ്ങളായിരുന്നു ആ സ്ക്വാഡിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനും മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ ചേഞ്ച് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നീട് ലോറൻ ബ്ലോങ്ക് വരുന്നു. 2012 യൂറോയിൽ അവർ ഡീസൻറ്റ് പ്രകടനം കാഴ്ചവെച്ചാൽ എനിക്കൊന്ന് ക്വാർട്ടർ ഫൈനൽ വരെ എങ്ങാനും അവർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ആര് വരുന്നത്? ദിദിയർ ദശോംസ് വരുന്നത് 2012 ബ്ലോങ്ങിന് ശേഷം.
ദശാംസ് വന്നിട്ട് അവിടെ ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ആ കൾച്ചർ അങ്ങോട്ട് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ആളുകൾ മറന്നു പോവാണ് കേവലം ഫുട്ബോൾ മാത്രം നോക്കിക്കാണുന്ന കാര്യത്തിൽ. അതായത് ഓൺ ദ പിച്ചിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണല്ലോ നമ്മളെപ്പോലെയുള്ള സാധാരണ ഫുട്ബോൾ ഫാൻസിന് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിന് പിന്നിൽ നടക്കുന്ന കുറേ കഥകളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൂടി തന്നെയാണ് നമ്മളൊരു ഒരു ഒരു മാനേജറിനെ വിലയിരുത്തേണ്ടതായിട്ടുള്ള ഒരു സംഭവം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഒരു കൾച്ചറൽ ചേഞ്ച് കൊണ്ടുവരേണ്ട ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഉണ്ടായിരുന്നു ദശാംസിൻ്റെ തലയിൽ അല്ലെങ്കിൽ തോളിൽ. അങ്ങനെ ദശാംസ് എന്ന് പറയുന്ന വളരെ റെസ്പെക്റ്റ് പിന്നെ അല്ലെങ്കിൽ ക്ലാസ് യൂസ് ചെയ്യുന്ന ഓറ യൂസ് ചെയ്യുന്ന ആ ചങ്ങായ ഡ്രസ്സിംഗ് റൂമിലേക്ക് വരുന്നു, വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള പല ഡിസിഷൻ മേക്കിംഗ് ചങ്ങായ എടുക്കുന്നു. അങ്ങനെയാണ് അവർ പിന്നീട് മികച്ച രീതിയിലുള്ള പ്രകടനം പടിപടിയായിട്ട് നടത്തിക്കൊണ്ട് 2016 യൂറോയുടെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന എഡറിൻ്റെ ഗോളിലാണല്ലോ ഫ്രാൻസ് പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. 2014 വേൾഡ് കപ്പ് അത്ര ഒരു ഗ്രേറ്റ് ക്യാമ്പയിൻ ആയിരുന്നില്ല, പക്ഷേ 2018 യാത്രയായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫ്രാൻസിൻ്റെ ഗോൾഡൻ ജനറേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പക്ഷേ അത് എളുപ്പമുള്ളൊരു കാര്യമല്ല ഈ പ്ലേയേഴ്സിനൊക്കെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ 2018 വേൾഡ് കപ്പ് കിരീടം നേടിക്കൊടുക്കുകയാണ് ദിദിർ ദശാംസ്. ഗ്രേറ്റ് സംഭവം. എംബാപ്പയുടെ ഒക്കെ എമർജൻസും അതേപോലെ തന്നെ പോൾ പോഗ്ബ, എൻഗോലോ കാൻറ്റെ, പിന്നെ ഇവൻ മാത്യൂഡി, ഈ പേരുകളൊക്കെയാണ് വളരെ പെട്ടത് ആൾക്ക് ഓർമ്മ വരും. ഉമിറ്റിറ്റിയൊക്കെ ആർക്കെങ്കിലും മറക്കാൻ പറ്റും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഹ്യൂഗോ ലോറിസ്, ആന്ത്വാൻ ഗ്രീസ്മൻ, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, കുറേ ആൾക്കാരുണ്ട്. ബെഞ്ചമിൻ പവാഡിൻ്റെ ഒക്കെ അർജൻറ്റീനക്കെതിരെയുള്ള ഗോളൊക്കെ ഒരു അർജൻറ്റീന ഫാൻ ഒരിക്കലും മറക്കൂല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അമ്മാതിരി ഗോളൊക്കെയാണ് ചങ്ങ അടിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗോളുള്ള ഒരു ഋതമുണ്ട്, വല്ലാത്തൊരു ഋതമാണ്. പക്ഷെ അത് അർജൻറ്റീന ഫാൻസിൻ്റെ ഹൃദയത്തെ തകർത്തിട്ടുള്ള ഋതമായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ദശാംസിൻ്റെ ടീം 2018 വേൾഡ് കപ്പ് അടിക്കുന്നു. പിന്നീട് 2022 വേൾഡ് കപ്പിൽ അവർ ഫൈനലിലേക്ക് എത്തുകയാണ്. അതിനിടയിലാണെങ്കിൽ 2020 യൂറോയിൽ അത്ര മികച്ച രീതിയിലുള്ള പ്രകടനം ആയിരുന്നില്ല അവരുടേത്, അല്ലേ? എനിക്കൊന്ന് റൗണ്ട് ഓഫ് 16 അവർ പരാജയപ്പെട്ടു പോയില്ലേ സ്വിറ്റ്സർലാൻഡുമായിട്ടോ. അത് ഡിസാസ്റ്റർ ആയിരുന്നു. ആ ഒരു അവസരത്തിലാണ് ക്രിറ്റിസിസം ദശാംസിനെ തേടി വരുന്നുണ്ടായിരുന്നത്. അതാണ് തുടക്കം. ഫുട്ബോളും അത്ര എക്സൈറ്റിംഗ് ആയിരുന്നില്ല. വളരെ അൾട്രാ ഡിഫെൻസീവ് മോഡിലേക്ക് നീങ്ങുന്നു, കൂടുതൽ കൗണ്ടർ അറ്റാക്കിംഗ് സ്റ്റൈലിൽ കളിക്കുന്ന സാഹചര്യം. ഇത്രയും അറ്റാക്കിംഗ് ടാലൻസിനെ വെച്ചുകൊണ്ട് എന്തിന് ഇത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി എടുക്കണോ എന്നുള്ള ചോദ്യങ്ങളാണ് ആൾ ചോദിക്കുന്നുണ്ടായിരുന്നത്. ഡിഫൻസ് ഫസ്റ്റ് അപ്രോച്ച് വേണോ എന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തോട്. പിന്നീട് 2022 വേൾഡ് കപ്പിൽ പക്ഷേ അവർ റണ്ണറപ്പ് ആകുന്നു. അതിൽ തന്നെ ആ ടൂർണമെൻറ്റിൽ ഉടനീളം മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചയുണ്ടായിരുന്നു ആന്റ്വാൻ ഗ്രീസ്മൻ ആയിരുന്നു കേട്ടോ. രക്ഷയുണ്ടായിരുന്നില്ല ചങ്ങയുടെ പ്രകടനം. പക്ഷേ ഫൈനലിൽ മികച്ച രീതിയിലുള്ള പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗം നമ്മൾ കണ്ടില്ല. പക്ഷേ ഫൈനലിൽ കിലിയൻ എംബാപ്പെ ഷോ നമുക്ക് കാണാൻ സാധിച്ചു അല്ലേ? പക്ഷേ അപ്പുറത്ത് ലിയോ മെസ്സി ഷോ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒടുവിൽ ലിയോ മെസ്സിയുടെ ടീം കിരീടം ആകാശത്തേക്ക് വരുന്നു. പക്ഷേ എന്താണ്, പെനാൽറ്റിയിലാണ് അവർക്ക് ആ കിരീടം നഷ്ടപ്പെട്ടു വന്നത്. അപ്പോൾ ബാക്ക് ടു ബാക്ക് ഫൈനൽ അപ്പിയറൻസ് ഈ ഫ്രഞ്ച് സൈഡിൽ നേടാൻ സാധിക്കും. പക്ഷേ പിന്നീടുള്ള യൂറോയിലും അത്ര മികച്ച രീതിയിലുള്ള പ്രകടനമല്ല. യെസ്, അവർ സെമിഫൈനലിലേക്ക് എത്തി സ്പെയിനുമായിട്ട് പരാജയപ്പെട്ടു പോയി. പ്രകടനത്തിൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അവർ ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ അടിക്കുന്നത് എനിക്ക് തോന്നുന്നു സെമിഫൈനലിലാണ് ഓപ്പൺ പ്ലേയിൽ നിന്ന് ഗോൾ അടിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ, ഇത്രയും ടോപ്പ് ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഉണ്ടായിട്ട് ഇങ്ങനെയാണോ പെർഫോം ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം അദ്ദേഹത്തിന് മുമ്പിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവിടെയാണ് പിന്നെ ആൾ ഓവർ സ്റ്റേ ചെയ്തിട്ടുണ്ടോ, പിന്നെ യൂറോ കഴിയുന്ന സാഹചര്യത്തിൽ പടിയിറങ്ങി പോകണമായിരുന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നാഷൻസ് ലീഗിലും അത് തന്നെ തുടരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. പക്ഷേ റീസെൻ്റായിട്ട് പോകുന്ന പോക്കിൽ ഒരു ബാങ്ങോട് കൂടി പോകാം എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു ചിന്ത. കാരണം വെച്ചാൽ ചില മാറ്റങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആളുടെ ചില ഒബ്സഷൻസ് ഉണ്ട് ചില പ്ലേയേഴ്സുമായിട്ട്. ഇപ്പോൾ ഏഡ്രിയൻ റാബിയൊക്കെ ആയിട്ടുള്ള ഒബ്സഷൻ ഒരു വല്ലാത്തൊരു ഒബ്സഷനാണ്. പക്ഷേ 4 അറ്റാക്കേഴ്സിനെ യൂസ് ചെയ്ത് തുടങ്ങി ചങ്ങായി. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആളുടെ ഒരു സിസ്റ്റം 4-3-3 ആണെങ്കിലും അത് 4-2-3-1 നീങ്ങുന്ന സാഹചര്യം ഉണ്ടാവും മത്സരത്തിനിടയിൽ. പക്ഷെ എന്താണ്, 3 മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അതിൽ തന്നെ മിഡ്ഫീൽഡിൽ കാര്യമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത രീതിയിലുള്ള പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ചങ്ങായി. ഒരു 4 അറ്റാക്കേഴ്സിനെ വെച്ച് കളിക്കാനുള്ള പരിപാടി. അതിൽ തന്നെ 2 ഡിഫെൻസീവ് മൈൻഡഡ് മിഡ്ഫീൽഡേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക ഡിഫൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. യെസ്, ആളുടെ ഫിലോസഫിയിൽ ഡിഫൻസ് ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ട്. കാരണം വെച്ചാൽ അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. ഡിഫൻസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ യെസ്, ആദ്യം ഗോൾ പ്രൊട്ടക്ട് ചെയ്യുക, ബാക്കി പിന്നെ അടിക്കാനുള്ള ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സ് ഉണ്ട് എന്നുള്ളത് തോന്നലാണ്. അപ്പോൾ ഈ 4 അറ്റാക്കേഴ്സിനെ വെച്ച് കളിക്കുന്ന രീതി, അതിൽ തന്നെ കളിക്കുന്ന രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവസാനത്തെ 2 ഫ്രണ്ട്ലികളിലുള്ള ദശാംസിൻ്റെ ടീമിൻ്റെ പ്രകടനം നോക്കിയിട്ട് നമുക്ക് ആ സ്ക്വാഡിലേക്ക് പോകാം. അപ്പോൾ മാർച്ചിലെ ഫ്രണ്ട്ലിയിലെ ഈ ടീമിൻ്റെ പ്രകടനം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതായത് 2 ഡിഫറെൻറ്റ് ടീമിനെയാണ് ചങ്ങായി യൂസ് ചെയ്തെങ്കിൽ പോലും പ്രിൻസിപ്പിൾസൊക്കെ
ഒരേപോലെ നിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഡിഫൻസിലെയൊക്കെ പ്രിൻസിപ്പിൾസ്. പക്ഷേ അറ്റാക്കിലെ പ്രിൻസിപ്പിൾസിന് ചില ചെറിയ മാറ്റങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ മാർച്ചിലെ ഫ്രണ്ട്ലീസിന് കാര്യമായിട്ടുള്ള പ്രാധാന്യം ഉണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. കാരണം അത് വെച്ചിട്ടായിരിക്കണം ഒരു പക്ഷേ ചങ്ങായി ആ ഒരു വേൾഡ് കപ്പിലേക്ക് പോകുക. കാരണം അത്തരത്തിലൊരു മാറ്റം നമ്മൾ പ്രകടമായിട്ട് കാണുന്നത് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള പല മത്സരങ്ങളിലാണ് ഈ കൂടുതൽ അറ്റാക്കേഴ്സിനെ വെച്ച് കളിക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു 4-2-3-1 ഷേപ്പായിരുന്നു. അപ്പോൾ അതിൽ മലോ ഗുസ്തോ റൈറ്റ് ബാക്കായിട്ട്, ലെഫ്റ്റ് ബാക്കായിട്ട് തേവ ഹെർണാണ്ടസ്, ഉപമക്കാനോ കൊനാട്ടയും ആണ് സെൻറ്റർ ബാക്കുകളായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത്, മൈഗ്നോൻ കീപ്പറായിട്ട്. അപ്പോൾ ഇത് ബ്രസീലിനെതിരെയുള്ള ഫ്രണ്ട്ലിയുള്ള ടീമായിരുന്നു. നമുക്കറിയാം അതിൽ ഉപമക്കാനൊക്കെ റെഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷേ ആ ഷേപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചോമേനിയും ഏഡ്രിയൻ റാബിയുമാണ് പിന്നെ ഡബിൾ പിവോട്ടിൽ സ്റ്റാർട്ട് ചെയ്തത്. റാബിയുമായിട്ട് വല്ലാത്തൊരു ഒബ്സഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഹൈറ്റ് കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മിഡ്ഫീൽഡിൽ ഫിസിക്കാലിറ്റി, ഹൈറ്റ്, അതിൻ്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഒരു ഫ്രണ്ട് ഫോർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിലിയൻ എംബാപ്പെ, മൈക്കൽ ഒലീസെ, ഹ്യൂഗോ എക്കിത്തിയൊക്കെ, ഡെംബേലെ. ഇതിൽ ഹ്യൂഗോ എക്കിത്തിയൊക്കെ പിന്നെ ഇഞ്ചുർഡ് ആയതുകൊണ്ട് ആൾക്ക് വേൾഡ് കപ്പിലേക്ക് വരാൻ സാധിച്ചില്ല. അതേപോലെ തന്നെ ബാക്കി എല്ലാവരും വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അറ്റാക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവരുടെ ശൈലി എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മലോ ഗുസ്റ്റോയും ഹെർണാണ്ടസും വിട്ട് പ്രൊവൈഡ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് കയറി പോവും. പിന്നെ വിട്ട് ഇവർക്ക് നാച്ചുറൽ വിങ്ങേഴ്സ് ഉണ്ടായിട്ടും വിട്ട് ഇവരാണ് കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. യെസ്, അവർ തമ്മിൽ റൊട്ടേഷൻ ഉണ്ടായിരിക്കും. ചില സാഹചര്യങ്ങളിൽ വിങ്ങർ വൈഡ് ഏരിയയിൽ പോകുമ്പോൾ ഈ ഫുൾ ബാക്ക് ഇൻസൈഡിലേക്ക് വരും, അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന റൊട്ടേഷനാണ്. പക്ഷേ സെൻറ്റർ ബാക്കുകൾ അവിടെ ഉണ്ടാകും റെസ്റ്റ് ഡിഫൻസിൽ. അതേപോലെ തന്നെ ഈ ഡബിൾ പിവോട്ടും ഈ ഡിഫൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. എന്നാൽ പോലും എന്താണ് ഇതിൽ ഈ ഫ്രണ്ട് ഫോറിൻ്റെ റൊട്ടേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കിലിയൻ എംബാപ്പയാണ് ആ ഒരു 9 സ്റ്റാർട്ട് ചെയ്തെങ്കിൽ പോലും റൊട്ടേഷൻ ഉണ്ടായിരുന്നു. എക്കിത്തിയൊക്കെയുമായിട്ട് റൊട്ടേഷൻ ഉണ്ടായിരുന്നു, ഉസ്മാനിക്കുമായിട്ട് റൊട്ടേഷൻ ഉണ്ടായിരുന്നു, ഒലീസിയുമായിട്ട് റൊട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 4 പേര് ഭയങ്കരമായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു ആ ഒരു സെൻട്രൽ ഏരിയയിൽ. ചിലർ താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് വരും, മിഡ്ഫീൽഡിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് കമ്പൈൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എന്താണ്, ആ ഡിഫൻസിന് പ്രൊട്ടക്ഷനുണ്ട്, അതോടൊപ്പം തന്നെ വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ ബാക്കുകളാണ്. പക്ഷേ ഈ അറ്റാക്കേഴ്സ് സെൻട്രൽ ഏരിയ പാക്ക് ചെയ്തിട്ട് അവരുടെ വൺ ടച്ചും പരിപാടികളൊക്കെ ആയിട്ട് അവരങ്ങോട്ട് എൻജോയ് ചെയ്തിട്ട് അവരുടെ റൊട്ടേഷൻ വരുമ്പോൾ എന്താണ് ഈ ഓപ്പോസിറ്റ് ടീമുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇവന്മാരെ ട്രാക്ക് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒലീസൊക്കെ അമ്മാതിരി ഫോമിലാണ് വരുന്നത്. ഒലീസ ആയിരിക്കും ആ സെൻട്രൽ ഏരിയയിൽ കളിക്കുമെങ്കിൽ പോലും ആൾ വൈഡ് ഏരിയയിലേക്ക് പോകും. കാരണം ഉസ്മാനിക്ക് ചിലപ്പോൾ ആ സെൻട്രൽ ഏരിയയിലേക്ക് വരും, അല്ലെങ്കിൽ എംബാപ്പെ സെൻട്രൽ ഏരിയയിലേക്ക് വരും. എക്കിറ്റൊക്കെ ആയിരുന്നു ആ മത്സരം ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഡെസീരി ഡ്യൂ ആകാം, ബാർക്കോള ആകാം, അക്ലിയൂഷ് ആകാം, ആര് വേണമെങ്കിലും റയാൻ ഷെർക്കി ആകാം. അത്തരത്തിലുള്ള സ്ക്വാഡാണുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഒരു ശൈലി ഉണ്ടായിരുന്നു. മറ്റൊരു ശൈലി നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്ലേയേഴ്സ്, ഡിഫറെൻറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ സെയിം തന്നെ, അറ്റാക്കിങ്ങിലെ സെറ്റപ്പാണ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാമ്പയായിരുന്നു കീപ്പറായിട്ടുണ്ടായിരുന്നത്. കലൂലു റൈറ്റ് ബാക്കായിട്ട്, ലെഫ്റ്റ് ബാക്കായിട്ട് ഡീഞ്ഞ്. ഇതിൽ കലൂലു ഈ പറഞ്ഞ പോലെ സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടില്ല. ലാക്രോയും ഹെർണാണ്ടസുമാണ്, ലൂക്ക ഹെർണാണ്ടസുമാണ് ഡിഫൻസിലുണ്ടായിരുന്ന സെൻറ്റർ ബാക്ക് പാർട്ട്നേഴ്സായിട്ട്. അതിൽ ലാക്രോ ക്രിസ്റ്റൽ പാലസിന് വേണ്ടി കളിക്കുന്ന നല്ല ഫോമിലുള്ള ചങ്ങയാണ്. ലൂക്ക ഹെർണാണ്ടസ്, ഇവർ രണ്ടുപേരും PSG വേണ്ടിയിട്ടാണ് ലൂക്ക ഹെർണാണ്ടസ് കളിക്കുന്നത്. ഇവർ രണ്ടുപേരും സ്ക്വാഡിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സേരമെരി, അതേപോലെ തന്നെ കാണ്ടെ ഡബിൾ പിവോട്ട് ആണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. പിന്നെ അക്ലിയൂഷ്, ഡെസിരി ഡുവെ, റയാൻ ചെർക്കി, മാർക്കസ് തുറാം, ഈ ഫ്രണ്ട് ഫോറാണ്. ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മാർക്കസ് തുറാം ഒരു നാച്ചുറൽ സെൻറ്റർ ഫോർവേഡിനെ പോലെ കളിക്കുന്നു. ആൾക്കും ലിങ്ക് പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയിൽ ലിങ്ക് പ്ലേയും കാര്യങ്ങളും കളിക്കുന്ന ആളാണ്. പക്ഷേ ആൾ വൈഡ് ഏരിയയിലേക്ക് വല്ലാതെ പോകുന്ന തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നില്ല ഈ മത്സരത്തിൽ സെറ്റപ്പ് ഉണ്ടായിരുന്നത്. ആളൊരു പ്രോപ്പർ 9 സെറ്റപ്പിലാണ് കളിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ മാറ്റേറ്റ സ്ക്വാഡിൽ മാറ്റേറ്റുണ്ട്, മാറ്റേറ്റനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ എന്താണ് മാർക്കസ് തുറാമിന് ആ റോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ പുള്ളിക്കാരനെ ലിങ്ക് പ്ലേയും കാര്യങ്ങളൊക്കെ ഫാന്റാസ്റ്റിക് ആണ് തുറാമിൻ്റെത്. പക്ഷെ ഒരു ബോക്സ് പ്രസൻസ് എന്ന രീതിയിൽ നമുക്ക് തുറാമിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ ആളുടെ ആ പുറകിൽ ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സ്, ഇപ്പോൾ അക്ലിയൂഷ് ആണെങ്കിലും റയാൻ ചെർക്കി ആണെങ്കിലും ഡെസിരി ഡുവെ ഇവർ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നത്, ഇവരുടെ ലിങ്ക് പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. അഗെയിൻ അവരുടെ ആ ഒരു സെൻട്രൽ ഏരിയയിലുള്ള ഇവരുടെ കാണിച്ചുകൂട്ടിൽ അക്ലിയൂഷൊക്കെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫുട്ബോളറാണ്, മൊണാക്കോ കൊണ്ടിനും കളിച്ചുകൊണ്ടിരിക്കുന്നത്. വിഡ്ത്ത് അഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത് കലൂലുവും ലൂക്കഡീനും ആയിരുന്നു. അപ്പോൾ അതിനിടയിൽ നിന്നിട്ട് ഇവരിങ്ങനെ തട്ടിക്കളിക്കുന്നു. അതിൽ തന്നെ ഇവൻ എങ്കോലോ കാണ്ടെ ഇപ്പോൾ എൻജോയ് ചെയ്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എങ്കോലോ കാണ്ടെ ആ പേര് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്, ആളുടെ എനർജി, ആളുടെ ഡിഫെൻസീവ് എബിലിറ്റി, ആളുടെ ബോൾ വിന്നിങ് എബിലിറ്റി, ഇതൊക്കെയല്ലേ. ഇൻ്റർസെപ്ഷൻ, ഡബിൾ എഞ്ചിൻ, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിൽ ആദ്യം വരുന്നൊരു സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലെയറാണ് എങ്കോലോ കാണ്ടെ. ചെൽസിയുടെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് വിന്നിങ് ക്യാമ്പയിൻ ഉണ്ടല്ലോ തോമസ് ടുക്കേലിൻ്റെ കീഴിലുള്ളത്, അതിന് പ്രധാന ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ഈ മനുഷ്യനാണ്.
നമുക്ക് എപ്പോഴും ഒരു 12 ആൾ ഗ്രൗണ്ടിലുള്ള പോലെയാണ് തോന്നുന്നുണ്ടായിരുന്നത്. എൻഗോലോ കാണ്ടിയുടെ അമ്മാതിരി പ്രകടനമായിരുന്നു നമ്മൾ ബിഗ് നോക്കൗട്ട് മത്സരങ്ങളിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അമ്മാതിരി ക്ലച്ച് ഫുട്ബോളറാണ് എൻഗോലോ കാണ്ടെ. നമ്മൾ ആളിനെ എന്താണ് ഗോളടിച്ചതിൻ്റെയോ അസിസ്റ്റിൻ്റെയോ ഇതിൽ കാണൂല, പക്ഷേ എൻഗോലോ കാണ്ടെ കളിച്ച കളിയുണ്ട് ആ ടൂർണമെൻറ്റിൽ. എൻ്റെ പൊന്നു ചങ്ങായിമാരെ, അമ്മാതിരി ഒരിക്കലും മറക്കൂല. ഒരു ചെൽസി ഫാനും ഒരിക്കലും മറക്കൂല എൻഗോലോ കാണ്ടെ എന്ന് പറയുന്ന ചെൽസി ലെജൻഡിനെ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ആൾ ടെക്നിക്കലിയും സൗണ്ടാണ്. ഇപ്പോൾ മൗറീഷ്യോ സാറി ചെങ്ങായിനെ കുറച്ചുകൂടെ ഫേർദർ ഫോർവേഡ് കളിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആളുകൾ ആ സമയത്ത് ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ. പലരും അത് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്ററിനെതിരെ ചെങ്ങായി അടിച്ചിട്ടൊരു ഗോളുണ്ട്, ഒന്ന് പോയി നോക്കിയാൽ മതി. എന്നിട്ട് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളത് അറിയാതെ നിൽക്കുന്ന എൻഗോലോയെ നമുക്ക് കാണാൻ പറ്റും. കാരണം എൻഗോലോ അങ്ങനെയാണ്, സെലിബ്രേറ്റ് ചെയ്യാൻ അറിയില്ല, വല്ലാത്തൊരു മനുഷ്യരാണ്. അപ്പോൾ എൻഗോലോ കാണ്ടെയും ഈവൻ എന്താണ് അങ്ങനെ റിജിഡായിട്ട് നിൽക്കില്ല. അവിടെ ചിയോമേനി ആണെങ്കിലും റാബിയോ ആണെങ്കിലും കുറച്ചുകൂടെ റിജിഡായിരിക്കും. എൻഗോലോ കാണ്ടെ കുറേ കൂടി മൊബൈലായിട്ടുള്ള പ്ലെയറാണ്. അതേപോലെ തന്നെ സേരമെരിയും ഫാൻറ്റാസ്റ്റിക് പാസറാണ്. ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ഇനി ഇതിലുള്ള മറ്റൊരു ഓപ്ഷൻ മനുക്കോനെയാണ്. മനുക്കോനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുക്കോനെ ഒരു പക്ഷേ ഈ ടൂർണമെൻറ്റിൽ എല്ലാവരും ഞെട്ടിക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആയിരിക്കും. മനുക്കോനെ ഈ പറഞ്ഞ പോലെ ഫ്രാൻസിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയിങ് ക്യാമ്പയിനിലൊക്കെ ചെങ്ങാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആര്? ഡിഡിയർ ദെഷാംസ്. ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ്. എസ് റോമയ്ക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. ആൾക്ക് ബോൾ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും, ഡിഫെൻസീവ്ലി സോളിഡാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഇവന്മാരായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് കളിക്കാനും പറ്റും. ഈ എഡ്രിയൻ റാബിയോ ചിയോമേനി കോമ്പിനേഷനാണ് മിഡ്ഫീൽഡ് ദശാംസ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു സുഖമില്ലാത്തൊരു കോമ്പിനേഷൻ ആയിരിക്കും. അത് ടു റിജിഡ് ആയിരിക്കും. അപ്പോൾ ആ മിഡ്ഫീൽഡിൽ നിന്ന് ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് കാണാൻ പറ്റില്ല. ചിയോമേനി ഹാഡ് എ ഗ്രേറ്റ് ക്യാമ്പയിൻ. റയലിനെ സംബന്ധിച്ചോളം അവർക്ക് മോശം ക്യാമ്പയിൻ ആയിരുന്നു ഓവറോൾ എങ്കിലും അവരുടെ ഒരു സ്റ്റാൻഡേർഡ് പ്ലെയർ ആയിട്ട് കളിച്ചിരുന്നത് ചിയോമേനിയാണ്. ഈവൻ ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ഷോട്ടുകൾ അൺലീഷ് ചെയ്യാനുള്ള കഴിവുള്ളൊരു ചങ്ങായിയാണ്. പക്ഷേ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ ഡിസ്റപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആളുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ. എഡ്രിയൻ റാബിയോ ഈ പറഞ്ഞ ഡിസ്റപ്റ്റർ തന്നെയാണ്, പക്ഷെ അത് രണ്ടും ഒരേപോലത്തെ പ്രൊഫൈലായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ദശാംശം ഏത് രീതിയിലുള്ള ഡബിൾ പിവറ്റിനാണ് ചൂസ് ചെയ്യാൻ പോകുന്നതാണ് വലിയ ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നത്. അതായത് മനുക്കോനെ ചിയോമേനി കോമ്പിനേഷൻ ആണോ? അതാണെങ്കിൽ അതിനൊരു ബാലൻസ് ഉണ്ട്. എൻഗോലോ കാണ്ടെ പിന്നെ മനുക്കോനെ കോമ്പിനേഷൻ, അതിനും ഒരു ബാലൻസ് ഉണ്ട്. നേരെ മറിച്ച് റാബിയോ ചിയോമേനി കോമ്പിനേഷൻ ആണെങ്കിൽ അതിനൊരു ബാലൻസിൻ്റെ ഒരു പ്രശ്നം, ടു റിജിഡ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. യെസ്, ഡിഫെൻസീവ്ലി ചിലപ്പോൾ അത് കൂടുതൽ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഹൈറ്റൊക്കെ വെച്ചിട്ട് മിഡ്ഫീൽഡിൽ കുറേ കൂടി ഹൈറ്റ് ഉള്ളൊരു പ്ലെയർ ആണല്ലോ റാബിയോ. അപ്പോൾ ആ രീതിയിൽ അത് പിന്നെ ഈ പറഞ്ഞ പോലെ കോർണറുകളിൽ നിന്നും സെറ്റ് പീസുകളിൽ നിന്നൊക്കെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുമായിരിക്കും, ഉപയോഗകരമായിരിക്കും. പക്ഷേ ഈ ഫ്രാൻസിസ് സ്ക്വാഡിൽ കൃത്യമായിട്ടുള്ള ബാലൻസ് വേണമെങ്കിൽ ചിയോമേനി മനുക്കോനെ അല്ലെങ്കിൽ എൻഗോലോ കാണ്ടെ മനുക്കോനെ കോമ്പിനേഷൻ ആയിരിക്കും ബെസ്റ്റ് ഡബിൾ പിവറ്റ് കോമ്പിനേഷൻ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നമുക്ക് നോക്കി കാണാം ഏത് രീതിയിലായിരിക്കും ദശാംസ് ആ മിഡ്ഫീൽഡിനെ യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ മാജിക്കൽ പ്ലെയേഴ്സാണ് അപ്പ് ഫ്രണ്ട് ഉള്ളത്. മാജിക്കൽ പ്ലെയേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് മെല്ലെ സ്ക്വാഡിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് വീക്ക്നെസ്സുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് സ്ക്വാഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീപ്പർ മൈക്ക് മൈനൻ നമുക്കറിയാം, ഹ്യൂഗോ ലോറിസിൽ നിന്ന് ആ ബാറ്റൺ കൈമാറിയത് ചങ്ങായിക്കാണ്. ഗുഡ് ഷോട്ട് സ്റ്റോപ്പറാണ്, ഗുഡ് ബോൾ പ്ലേയിങ് കീപ്പറാണ്. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ആ ഒരു ഏരിയയിൽ അവരെ സംബന്ധിച്ചിടത്തോളം. ചില സാഹചര്യങ്ങളിൽ ചില എന്താണ് ബ്രെയിൻ ഫാൾട്ട് മൊമെൻറ്റ്സ് മാഗ്നോൻ്റെ ഗെയിമിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതൊരു പോയിന്റ് തന്നെയാണ്. അതിപ്പോൾ ഹ്യൂഗോ ലോറിസിനുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയുന്നു. പിന്നെ ഉള്ളത് അവരുടെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ളത് സാംബയാണ്. അപ്പോൾ ഈ സാംബയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ 32കാരനാണ്. ആൾക്ക് ഇനഫ് എക്സ്പീരിയൻസ് ഉണ്ട് ക്ലബ് ലെവലിൽ. റെന്നിന് വേണ്ടിയിട്ടാണ് ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. റെന്നിന് വേണ്ടിയിട്ട് അത്ര മികച്ചൊരു സീസൺ ആയിരുന്നില്ല ചങ്ങായി സംബന്ധിച്ചോളം. ആൾ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലും അതുപോലെ തന്നെ ലോൺസിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചങ്ങായിയായിരുന്നു. പക്ഷേ ഡെഷാംസിൻ്റെ ട്രസ്റ്റ് ചങ്ങായി എടുത്തിട്ടുണ്ട്. ആളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കൂടുതലും. ലൂക്കാ ഷെവലിയറൊക്കെ ഇടം പിടിക്കാൻ സാധ്യത ഉണ്ടായിരുന്നുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ PSG യിൽ തന്നെ ആളുടെ നമ്പർ 1 സ്ഥാനം പോയി. സഫനോവ് പിന്നെ അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ അതോടുകൂടിയിട്ട് ഷെവലിയറിൻ്റെ സ്ഥാനം പോവുകയായിരുന്നു. പകരം ചാൻസ് കിട്ടിയത് റിസർ എന്ന് പറയുന്ന യങ് കീപ്പർക്കാണ്. എനിക്കൊന്ന് 21 അങ്ങനെ വയസ്സുള്ള സ്ട്രോസ്ബർഗിൻ്റെ ആ ഒരു പിന്നെ ചെൽസിയുടെ സിസ്റ്റർ ക്ലബ്ബായിട്ടുള്ള സ്ട്രോസ്ബർഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ആളവിടെ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആൾ കളിക്കുന്നത് ലോൺസ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ്. ലോൺസ് മികച്ച രീതിയിലുള്ള പ്രകടനമാണ് ഇത്തവണ ലീഗുകളിലൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗോൾ കീപ്പർ ഓഫ് ദി ഇയർ അവാർഡ് ഫ്രഞ്ച് ലീഗിലൊക്കെ നേടിയിട്ടുള്ള ആളാണ് റോബിൻ റീസർ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് കോളപ്പ് ചെങ്ങായിക്ക് കിട്ടുന്നൊരു സാധനമുണ്ട്. ഡെഷാംസിൻ്റെ ട്രസ്റ്റ് അവിടെ ഉണ്ട്. പക്ഷേ മിക്കവാറും ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത കുറവാണ്. അമ്മാതിരി ഇഞ്ചുറി ഇഷ്യൂസൊക്കെ വന്നാൽ ഞാൻ മാത്രമാണ് ചാൻസ് ഉള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ രീതിയിലാണ് ഗോൾ കീപ്പർ സിനാരിയോ ഉള്ളത്. അവിടെ വലിയ ഇഷ്യൂസൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൻസിൽ ഉപമക്കാനോ
അതായത് ഹാർട്ട് ഓഫ് ദി ഡിഫൻസാണ് പറയുന്നത്, ഫുൾ ബാക്ക് ഏരിയ അല്ല. ഹാർട്ട് ഓഫ് ദി ഡിഫൻസിൽ ആരൊക്കെയാണ്? ഉപമക്കാനോ, ലൂക്ക ഹെർണാണ്ടസ്, ലാക്രോ, വില്യം സലീബ, ഇബ്രാഹിമ കൊനാട്ടെ. അപ്പോൾ ഇതിൽ തന്നെ സലീബ സ്റ്റാർട്ടർ ആയിരിക്കും 100%. കാരണം അമ്മാതിരി ക്യാമ്പയിൻ ആയിരുന്നു ആർസണലിന് വേണ്ടിയിട്ട്. 22 വർഷങ്ങൾക്ക് ശേഷം ആർസണൽ പ്രീമിയർ ലീഗ് ടൈറ്റിൽ അടിക്കുമ്പോൾ അവരുടെ ആ ഗബ്രിയൽ സലീബ കോമ്പിനേഷൻ ഹാർട്ട് ഓഫ് ദി ഡിഫൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ സലീബ ഷുവർ സ്റ്റാർട്ടറാണ്, ഫാൻറ്റാസ്റ്റിക് സെൻറ്റർ ബാക്കാണ്. ആളുടെ കൂടെ ആര് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മറ്റൊരു ചോദ്യം. ഉപമക്കാനോ ഉണ്ട്, ലാക്രോ ഒരു ഓപ്ഷനാണ്. ഉപമക്കാനോ തന്നെയായിരിക്കും. ഉപമക്കാനോ സലീബ കോമ്പിനേഷൻ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഉപമക്കാനും ഫാൻറ്റാസ്റ്റിക് ക്യാമ്പയിൻ ആയിരുന്നു ബയറിന് വേണ്ടിയിട്ട്. ഇടയ്ക്കൊക്കെ ബ്രെയിൻ ഫാൾട്ട് മൊമെൻറ്റ്സ് ബിഗ് ഗെയിമിൽ ഉണ്ടായിരുന്നല്ലോ ഉപമക്കാനൊക്കെ. പക്ഷേ ഈ സീസണിൽ വലിയ തോതിലുള്ള പ്രകടനം തന്നെയാണ് ആൾ കാഴ്ചയുള്ളത്. ആളൊരു കിഡ്ലൻ ഡിഫൻഡറാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബിഗ് ഗെയിമിൽ ചില സാഹചര്യങ്ങളിൽ പലപ്പോഴും ആൾ ഫക്കപ്പ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മൾ സംസാരിച്ചത്. പക്ഷേ ഓവറോൾ ഗ്രേറ്റ് ക്യാമ്പയിനാണ്. നല്ല മൊറാലിലാണ് അവരുടെ സെൻറ്റർ ബാക്കുകൾ വരുന്നത്, ഈ മെയിൻ സെൻറ്റർ ബാക്കുകൾ വരുന്നത് എന്നുള്ള കാര്യമാണ്. ബാക്കി ഓപ്ഷൻസ്, ലാക്രോ ഗ്രേറ്റ് ക്യാമ്പയിൻ ആയിരുന്നു, കോൺഫറൻസ് ലീഗ് അടിച്ചിട്ടുണ്ട്, ക്രിസ്റ്റൽ പാലസ് നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ലൂക്ക ഹെർണാണ്ടസിന് ഇനഫ് മിനിറ്റ്സ് ഒന്നും അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വാസ്റ്റ്ലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയറാണ് ലൂക്ക ഹെർണാണ്ടസിന്. ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കാൻ പറ്റും. കൊനാട്ടെ ഡിസാസ്ട്രസ് ക്യാമ്പയിൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് ലിവർപൂളിൽ നിന്നും പോയി. ആളെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിലുള്ള കൊനാറ്റയാണ് നമുക്ക് കിട്ടുക. ഓൺ ഹിസ് ഡേ ഒരു രക്ഷയില്ലാത്ത സെൻറ്റർ ബാക്കാണ്. പക്ഷേ ഒരുപാട് മിസ്റ്റേക്കുകൾ ഈ സീസണിൽ കൊനാറ്റ ഉണ്ടാക്കിയത്. സിസ്റ്റമാറ്റിക് എറേഴ്സും ഉണ്ടായിരുന്നു, ഇൻഡിവിജ്വൽ എറേഴ്സും ഒരുപാടുണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം. സെൻറ്റർ ബാക്ക് ഏരിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. നല്ല ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ സലീബ ഉപമക്കാനോ ഇഞ്ചുറി ഒന്നും പറ്റാതെ കഴിഞ്ഞാൽ അത് സോളിഡ് സെൻറ്റർ ബാക്ക് ഓപ്ഷൻസ് തന്നെയാണ്. ലാക്രോ ഡീസൻറ്റ് ബാക്കപ്പ് ഒക്കെ തന്നെയാണ്. പിന്നെ ലൂക്ക ഹെർണാണ്ടസും ഡീസൻറ്റ് ബാക്കപ്പാണ്. ഫുൾ ബാക്ക് ഏരിയ ആണ് എനിക്ക് തോന്നുന്നു. ഈ ഫ്രഞ്ച് സൈഡിൽ നമ്മൾ ഒരുപാട് പോസിറ്റീവുകൾ സംസാരിക്കുമ്പോൾ ഒരു വീക്ക്നെസ് എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഏരിയ അവരുടെ ഫുൾ ബാക്ക് ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ടും റൈറ്റ് ബാക്കിൽ ജൂൽ കുൻഡെ ആണുള്ളത്. പിന്നെ മലോ ഗുസ്തോ. ഈ ഫ്രഞ്ച് സ്ക്വാഡിൻ്റെ ബാക്കിയുള്ള മേഖലയിലെ ക്വാളിറ്റീനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഇവരെന്താണ് ക്വാളിറ്റി ഫുൾ ബാക്കുകളെ പ്രൊഡ്യൂസ് ചെയ്യാത്തതുള്ള ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ വരിക. ഗുസ്തോ ഓക്കെ, ജൂൽ കുൻഡെ ഓൺ ഹിസ് ഡേ ഗുഡാണ്, പക്ഷേ അത്ര നല്ലൊരു ക്യാമ്പയിനായിട്ടല്ല വരുന്നത്. യെസ്, ബാഴ്സലോണയെ സംബന്ധിച്ചോളം നല്ല ക്യാമ്പയിനായിരുന്നു. ജൂൽ കുൻഡയുടെ ഗെയിമിൽ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബാഴ്സലോണ ഫാൻസിന് അറിയുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ഏരിയ അത്ര ഒരു സുഖമുള്ള ഏരിയ അല്ല ഈ റൈറ്റ് ബാക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ. ഇനിയിപ്പോൾ ലെഫ്റ്റ് ബാക്ക് ഏരിയ നമ്മൾ നോക്കി കഴിഞ്ഞാലോ, ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ ലൂക്ക ഡീനും തേവോ ഹെർണാണ്ടസും ആണ്. അപ്പോൾ തേവോ ഹെർണാണ്ടസ് എന്നൊക്കെ പറഞ്ഞാൽ ഡെഷാംസിൻ്റെ സ്വന്തമാണ്, ട്രസ്റ്റ് ചെയ്യുന്ന തരത്തിൽ ചങ്ങായാണ്. പണ്ട് ആ ഒരു വിങ്ങിൽ തേവോ ഹെർണാണ്ടസ് എംബാപ്പെ കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം. തേവോ ഹെർണാണ്ടസ് ഇപ്പോൾ സൗദിയിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്ക് ഇപ്പോൾ ചെറിയൊരു കാഫ് ഇഞ്ചുറി എന്തൊക്കെ ഉണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മാത്രമല്ല ആൾക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, 28 വയസ്സെങ്ങനെ ആയിട്ടുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗെയിമിൽ ഒരു ഡിക്ലൈൻ സംഭവിച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. മിലാനിലൊക്കെ ഉണ്ടായിരുന്നു ആൾ, നമുക്കറിയുന്നതാണ്. അപ്പോൾ അഗെയിൻ തേയോ ഓൺ ഹിസ് ഡേ ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ് ആ ഒരു ഏരിയയിൽ. പക്ഷേ ആളുടെ ഗെയിമിൽ ഒരു സ്ലോനെസ്സും ഒരു സംഭവമൊക്കെ നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ ഓഫ് ദ ഫീൽഡ് കുറേ ഇഷ്യൂസൊക്കെ തേവോ ഹെർണാണ്ടസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഓർക്കണം. പിന്നെ ലൂക്ക ഡീൻ ഹാഡ് എ ഗുഡ് ക്യാമ്പയിൻ. നല്ല ക്രോസറാണ്, ഓൺ ദ ബോൾ ഫാൻറ്റാസ്റ്റിക് ആണ്, ഡിഫെൻസീവ്ലി ഇത്തിരി പ്രശ്നങ്ങളുണ്ട്, നല്ല ക്രോസറാണെന്നൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലേ. പക്ഷേ അഗെയിൻ നമ്മൾ ഈ ഫ്രഞ്ച് സ്ക്വാഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് ഇവർ ഈ ഫുൾ ബാക്ക് ഏരിയയിലാണ് അവർക്ക് ഒരു പോരായ്മ പോലെ നമുക്ക് തോന്നുന്നത്. ഡീസൻറ്റ് ഓപ്ഷൻസ് ആണ് ആ ഒരു അറ്റാക്കിൽ, വേൾഡ് ക്ലാസ് ഓപ്ഷൻസും മിഡ്ഫീൽഡിൽ ഗുഡ് ഓപ്ഷൻസും കാണുമ്പോൾ ഇവിടെ ഡീസൻറ്റ് ഓപ്ഷൻസാണ് ഈ ഫുൾ ബാക്ക് ഏരിയയിലുള്ളത്. മിഡ്ഫീൽഡിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡ് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ സംസാരിച്ചു ഏത് മിഡ്ഫീൽഡാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതായത് സെൻറ്റർ മിഡ്ഫീൽഡ് ഓപ്ഷൻസ് ആയിട്ട് ചൊമേനി, സേറെമേരി, മനു കോനെ, എംഗോലോ കാൻറ്റെ, റാബിയോ. അതിൽ തന്നെ സേറെമേരി ഫാൻറ്റാസ്റ്റിക് പ്ലെയറാണ്, നല്ല പാസറാണ്. ഈ സേറെമേരിനെ നമ്മുടെ ലൂയിസ് എൻട്രിക്ക് PSG വേണ്ടിയിട്ട് റൈറ്റ് ബാക്ക് ആയിട്ട് കുറേ മത്സരങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ദശാംശിന് റൈറ്റ് ബാക്ക് ഏരിയയിൽ സേറെമേരിയും ട്രൈ ആവുന്നേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. അത്തരത്തിലുള്ളൊരു ഒരു ഒരു മൂവ് ചങ്ങായി എടുക്കുന്നില്ല. കാരണം ഡിഫൻസ് ഏരിയയൊക്കെ വരുമ്പോൾ ആൾ ഭയങ്കര കൺസർവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിൻ്റെ ആളാണ്. കാരണം പ്രാഗ്മാറ്റിസമാണ് ആളുടെ മെയിൻ എയിം ഉള്ളത്. ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ദശാംശിൻ്റെ ടീമിൽ നമ്മൾ കണ്ടിട്ടുള്ള സംഭവം. അതിന് മാറ്റം വരുമോ എന്നുള്ളതാണ്. പ്രാഗ്മാറ്റിക് ആകുന്ന അത്ര മോശം കാര്യമൊന്നുമല്ല, പക്ഷേ വല്ലാണ്ട് പ്രാഗ്മാറ്റിക് ആയിട്ടുണ്ടായിരുന്നു അവർ കഴിഞ്ഞ യൂറോയിലൊക്കെ എന്നുള്ളതാണ്. അവർ ക്രിയേറ്റിവിറ്റിയിൽ ഇമാജിനേഷൻ ഇല്ലാതെ കളിക്കുന്ന ഫ്രാൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഈ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഈ പറഞ്ഞ പോലെ 4 അറ്റാക്കേഴ്സിന് യൂസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റം നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിഡ്ഫീൽഡിൽ സേറെമേരി, ചൊമേനി, മനു കോനെ, കാൻറ്റെ,
റാബിയോ, ഇതിൽ ഏത് കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ. മനുക്കോനെ ചിലപ്പോൾ എല്ലാവരും ഞെട്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എങ്കോലോ കാണ്ടെ പിന്നെ നമുക്ക് അറിയുന്ന ചങ്ങായിയാണ്. ഈവൻ ചിലപ്പോൾ എല്ലാ മത്സരങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നു വരില്ല, പക്ഷേ ഒരു ഗെയിം സീ ഔട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ആളെ ഇറക്കി കഴിഞ്ഞാൽ അത് ഭംഗിയായിട്ട് ചെയ്തിട്ട് പോകും. ഈ പ്രായത്തിലും ആളുടെ എനർജിനൊന്നും ആർക്കും മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കോനി ആയിരിക്കും ആളുകളെ സർപ്രൈസ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ അതാണ് മിഡ്ഫീൽഡും ഗുഡ് ഓപ്ഷൻസ് ആണ്. റാബിയോ ഞാൻ പറഞ്ഞല്ലോ ദശാംശിൻ്റെ സ്വന്തമാണ്, എന്തോ പരിപാടി ഉണ്ട് അല്ലാതെ. പക്ഷേ എനിക്ക് ആ കാണാൻ പറ്റുന്നത് ഹൈറ്റാണ്, ഹൈറ്റ് അഡ്വാൻറ്റേജ് മാത്രമാണ് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ ആ മിഡ്ഫീൽഡിൽ റാബിയോക്ക് ഉള്ളത്. വേറൊരു സാധനം വേറൊന്നുമില്ല റാബിയോയുടെ ഗെയിമിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ ആ മിഡ്ഫീൽഡ് കമവിംഗ ഒരു ഹ്യൂജ് മിസ് ഔട്ടാണ്. കമവിംഗയെ സംബന്ധിച്ച് ഡിസാസ്ട്രസ് ക്യാമ്പയിൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉൾപ്പെടുത്താതിരുന്നതിൽ വലിയ സർപ്രൈസിങ് എലമെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെ കെഫ്രം തുറാം അങ്ങനെയുള്ളവരൊക്കെ മിസ്സായിപ്പോയി. യൂസുഫ് ഫൊഫാന ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇങ്ങനത്തെ ഈ ഒരു 5 ഓപ്ഷൻസിലേക്ക് ചങ്ങായി വന്നത്. ഇനി അറ്റാക്ക്, എൻ്റെ പൊന്നോ, വാട്ട് എ ബ്ലഡി ഗുഡ് അറ്റാക്ക്, വേൾഡ് ക്ലാസ് അറ്റാക്ക്. ഈ ഫ്രഞ്ച് അറ്റാക്കിനെ വെല്ലാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അറ്റാക്ക് ഏതെങ്കിലും സൈഡിനുണ്ടോ വേൾഡ് കപ്പിൽ? എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആണ്. പല രീതിയിൽ മത്സരങ്ങൾ ജയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫൈലാണുള്ളത്. പല രീതിയിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ള 1-2 പ്ലെയേഴ്സൊക്കെ പല ടീമുകളിൽ ഉണ്ടായിരിക്കും. ഇത് ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ കളി ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ചങ്ങായിമാരുണ്ട്. അപ്പോൾ അത് തന്നെയായിരിക്കും ദശാംശം ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഒന്ന് ഡിഫൻസിനൊന്ന് സെറ്റാക്കി കൊടുത്ത് കുറച്ചൊന്ന് പ്രാഗ്മാറ്റിക് ആയിരുന്നിട്ട് കൗണ്ടർ അറ്റാക്കിലൂടെ പരിപാടി നടത്തുക എന്നുള്ളതാണ് ആളുടെ പരിപാടി ഉണ്ടായിരുന്നു, ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ആളിപ്പോൾ ചിന്തിക്കുന്നത് വെച്ചാൽ ഒന്ന് ഡിഫൻസ് സെക്യൂർ ആയി കൊടുക്കുക. ആ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് വലിയ പിന്നെ എന്താ പറയുക ഡിഫെൻസീവ് ഡ്യൂട്ടിയോ കാര്യങ്ങളോ വേണ്ട, കാരണം ഇനഫ് കവർ ഉണ്ട്. ബാക്കി ക്രിയേറ്റ് ചെയ്യാൻ അവന്മാരോട് പറയുക. അപ്പോൾ അവന്മാർ ആ ക്രിയേഷൻ പണി നടത്തി ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അതിൽ കളി ജയിപ്പിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒസ്മാൻ ഡെംബേലെ ബാലൻ ഡോർ വിന്നർ, പിന്നെ റയാൻ ചെർക്കി പ്രീമിയർ ലീഗിൽ അമ്മാതിരി പ്രകടനമായിരുന്നു. അതായത് മാജിക്കൽ ഫുട് വർക്കും കാര്യങ്ങളും, കളി ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ് ഇവരൊക്കെ. ഉസ്മാനിക്കാണെങ്കിലും റയാൻ ചെർക്കി ആണെങ്കിലും മൈക്കൽ ഒലീസെ, വാട്ട് എ സീസൺ ഈ ഹാഡ് അറ്റ് ബയൺ മ്യൂണിക്ക്. അത്ര 29 അങ്ങനെ അസിസ്റ്റ് ഉണ്ട്, 10-20 ഗോളോ അങ്ങനെ. അതായത് ഇങ്ങനെ ഞാൻ ഇവരുടെയൊക്കെ ഗോൾ സ്റ്റാറ്റ്സിൽ കടക്കുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, പരിചയമുള്ളതാണ്. കാരണം ആ രീതിയിലാണ് അവന്മാർ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നത് ഈ സീസണിൽ. ഒലീസെ ആ റൈറ്റ് വിങ്ങിൽ, ബയറിൻ്റെ റൈറ്റ് വിങ്ങിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ എന്തായിരുന്നു. അപ്പോൾ അതാണ് മൈക്കൽ ഒലീസെ ഫാൻറ്റാസ്റ്റിക് ബോളറാണ്. കിലിയൻ എംബാപ്പേനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം റയൽ മാഡ്രിഡ് ഫാൻസ് അങ്ങനെ വിസിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എംബാപ്പെ പിച്ചിച്ചി വിന്നറാണ്, റയൽ മാഡ്രിഡ് കുറേ ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഒരു ടീം പ്ലെയർ ആണോ എന്നുള്ളതായിരുന്നു അവിടുത്തെ ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ. ആ ഒരു ഡിസ്കഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഫ്രഞ്ച് കുപ്പായത്തിൽ ആളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലൊരു കോമൻറ്റ് പറയേണ്ട കാര്യമില്ല. നമുക്കറിയാം ഹി ഹാസ് ഡെലിവേർഡ് മെനി ടൈംസ്. കിലിയൻ ഫ്രഞ്ച് കുപ്പായത്തിൽ മാത്രമല്ല, ആൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ റയലിൻ്റെ കുപ്പായത്തിലും ഇൻഡിവിജ്വൽ സ്റ്റാറ്റ്സ് ഫാൻറ്റാസ്റ്റിക്കാണ് ചങ്ങായിടത്. പക്ഷേ ഓവറോൾ ആ ടീമിൽ എത്രത്തോളം ആൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ള ചോദ്യമാണ് അവിടെ ബാക്കി നിൽക്കുന്നത്. ഫ്രഞ്ചിൻ്റെ ഈ കുപ്പായത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. കിലിയൻ എംബാപ്പെ ഓൾവേസ് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കിലിയൻ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്നാണ്. ഫ്രീ റോളായിരിക്കും മിക്കവാറും ഉണ്ടായിരിക്കുക. പിന്നെ വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ ഡിഫെൻസീവ് ഡ്യൂട്ടിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പം കിലിയൻ എംബാപ്പെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ബോക്സ് പ്രസൻസ് എന്ന രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രൈക്കർമാരുണ്ട്. ഇപ്പോൾ മറ്റേറ്റ ഹാടെ ഗുഡ് സീസൺ പാലസിൽ ഒരു ലേറ്റ് ആയിട്ട് ഇങ്ങനെ ബ്ലൂം ചെയ്ത് വന്നിട്ടുള്ള ഒരു ഫുട്ബോളറാണ് മറ്റേറ്റ. പ്രോപ്പർ സെൻറ്റർ ഫോർവേഡാണ്, ഓൾഡ് ഫാഷൻ സെൻറ്റർ ഫോർവേഡ് എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. കോൺഫറൻസ് ലീഗിൻ്റെ ഫൈനലിൽ ചങ്ങായിയാണ് ക്രിസ്റ്റൽ പാലസിന് വേണ്ടി ഗോൾ അടിച്ചിട്ടുള്ളത്. മറ്റേറ്റ ബ്രില്യൻ പ്ലെയർ. മാർക്കസ് തുറാം അഗെയിൻ ഡീസൻറ്റ് പ്ലെയർ. അത് ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ ഒലിവിയർ ജിറു 2018 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രാൻസിന് വേൾഡ് കപ്പ് നേടിക്കൊടുക്കുന്നതിൽ. പക്ഷേ ആൾക്ക് ഒരുപാട് ഗോളുകളോ അല്ലെങ്കിൽ എനിക്കൊന്നും ഒറ്റ ഗോൾ പോലും അടിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നിട്ടും എന്താണ്
ആളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്തു. കാരണം വെച്ചാൽ ആളുടെ ആ ഒരു പ്രസൻസ് ആ ബോക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഫ്രാൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ പ്രസൻസ് കൊടുക്കാൻ പറ്റുന്ന പ്ലേയേഴ്സാണ് മാർക്കസ് തുറാം ആണെങ്കിലും അതേപോലെ തന്നെ മറ്റേറ്റി ആണെങ്കിലും. എത്രത്തോളം യൂസ് ചെയ്യുന്നുള്ളത് കണ്ടറിയാം. പക്ഷേ അവരുടെ റൊട്ടേഷൻ, ആ ഫ്രണ്ട് ഏരിയയിലുള്ള റൊട്ടേഷനെ തടുക്കുക എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ഓപ്ഷൻസ് ആരൊക്കെയാണ്? ബാർക്കോള ക്ലിനിക്കലല്ല ഫിനിഷിങ്ങിൽ, പക്ഷേ അഗെയിൻ നല്ല പേസ്. അതേപോലെ തന്നെ അക്ലിയൂഷ് ഹാഡ് എ ഫാന്റാസ്റ്റിക് ക്യാമ്പയിൻ. അക്ലിയൂഷ് ഒരു ബോളറാണ് ചങ്ങായും. പിന്നെയുള്ളത് ഡെസിരി ഡുവേ. എന്താണിത്? ഇതിൽ ഉസ്മാനിക്ക, ബാർക്കോള, ഡെസിരി ഡുവേ, അതേപോലെ തന്നെ ഇപ്പോൾ ലൂക്ക ഹെർണാണ്ടസ്, ഇവരൊക്കെ ചാമ്പ്യൻസ് ലീഗ് ബാക്ക് ടു ബാക്ക് അടിച്ചിട്ടാണ് വരുന്നത്. അമ്മാതിരി മൊറാലിലാണ് വരുന്നത്. മൊറാൽ അത്രയും ഹൈ ആണ്. ഡെസിരി ഡുവേയുടെയൊക്കെ എനർജി നമ്മൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ 120 മിനിറ്റ് കളിക്കുമ്പോഴും നമ്മൾ കണ്ടു. ബോളർമാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതായത് 5 സബ്ബുകൾ ഇറക്കാൻ പറ്റും. അപ്പോൾ കളി ഇങ്ങനെ ഒരു സമനില സ്റ്റേറ്റിൽ നിൽക്കുകയാണ് 80 മിനിറ്റ് ആകുമ്പോൾ. അപ്പോൾ ദേശവംശം ഇറക്കി വിടുകയാണ്. ആരൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എംബാപ്പെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഉസ്മാനിക്ക സ്റ്റാർട്ട് ചെയ്യുന്നു, അതേപോലെ തന്നെ ഒലീസ സ്റ്റാർട്ട് ചെയ്യുന്നു, റയാൻ ചെറുക്കി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ വിചാരിച്ചോ. അവൻ ഈ ഗെയിം സ്റ്റേറ്റ് മാറ്റണം. പുള്ളിക്കാരെ കൊണ്ടുവരുന്നത് ഡെസിരി ഡുവേ. പുള്ളിക്കാരനെ കൊണ്ടുവരാൻ പറ്റുന്ന മറ്റൊരു പ്ലെയർ ബ്രാഡ്ലി ബാർക്കോളയെ കൊണ്ടുവരാം, അക്ലിയൂഷിനെ കൊണ്ടുവരാം, മറ്റേറ്റെ കൊണ്ടുവരാം, തുറാമിനെ കൊണ്ടുവരാം. ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലേയേഴ്സാണ്. ഏതാണ് ഞാൻ പറഞ്ഞത്, ഇൻഡിവിജ്വൽ ബ്രില്യൻസ് വല്ലാത്ത രീതിയിൽ തുളുമ്പുന്ന തരത്തിലുള്ള സ്കോഡാണ് ഈ ഫ്രാൻസിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ. നോ രക്ഷ. ഗ്രേറ്റ് അറ്റാക്കിംഗ് പ്ലേയേഴ്സാണ്. അപ്പോൾ ഇനി എങ്ങനെ ഈ അറ്റാക്കിംഗ് പ്ലേയേഴ്സിനൊക്കെ ചങ്ങായി ഉൾപ്പെടുത്തുന്നതാണ്. ഹ്യൂഗോ എക്കിറ്റിയൊക്കെ ഹ്യൂജ് മിസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആളുടെ ബോൾ സ്ട്രൈക്കിങ്, ആളുടെ എംബാപ്പയുമായിട്ട് നല്ല സിങ്കിൽ വരികയായിരുന്നു ചങ്ങായി. ആൾക്ക് വൈഡ് ഏരിയയിലും കളിക്കാൻ പറ്റും, ആ സ്ട്രൈക്കറായിട്ടും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചങ്ങായിയാണല്ലോ. അപ്പോൾ ആളിനെ ശരിക്കും മിസ് ചെയ്യും. ആളുടെ ഒരു പ്രൊഫൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ഇടം പിടിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീപ്പർമാരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റ് ഹാമിൻ്റെ അൽഫോൺസോ അരിയോള, അതേപോലെ തന്നെ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോയിക് ബാഡെ, ബായലെവിക്യൂസിൻ്റെ, ജോണതൻ ക്ലോസ്, പിന്നെ കലൂലു, അതേപോലെ ലോങ്ലെ ഡീസൻറ്റ് പെർഫോമൻസ്. പക്ഷേ ലോങ്ലിനൊന്നും ഉൾപ്പെടുത്തില്ല, അത് വേറെ കാര്യം. ലുക്കേബ ലൈപ്സിഗിൻ്റെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ബെഞ്ചമിൻ പവാർഡ് വെറ്ററനായി. ട്രൂഫേ, ട്രൂഫേ ഈ ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ ഒരു പ്രശ്നം ഉള്ള സാഹചര്യത്തിൽ ട്രൂഫേനെ കൊണ്ടുവന്നുകൂടായിരുന്നില്ല എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലിങ്ങനെ കളിക്കുന്നുണ്ട്. ബോൺമൗത്തിൻ്റെ ഏറ്റവും മികച്ച പ്ലെയർമാരിൽ ഒരാളായിരുന്നു ട്രൂഫേ. എന്ത് കളിയായിരുന്നു അറിയുമോ ലെഫ്റ്റ് ബാക്ക് ഏരിയയിൽ. ആളുടെ എനർജി ലെവൽ കാണണം. മാൻ സിറ്റിക്കെതിരെയുള്ള ആ ഒറ്റ കളി കണ്ടാൽ മതി, ഇനി അധികം കണ്ടിട്ടില്ലെങ്കിൽ ആളുകൾ. ട്രൂഫേ ഒരു രക്ഷയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അമ്മാതിരി പ്ലെയറാണ്. എന്തായാലും ഭാവിയിൽ ഫ്രാൻസിൻ്റെ ലെഫ്റ്റ് ബാക്ക് റോള് ചങ്ങായി തന്നെ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അമ്മാതിരി പ്ലെയറാണ് ട്രൂഫേ. അമ്മാതിരി എനർജി ഉണ്ട്, ഒരു രക്ഷയില്ല. പിടിച്ചാൽ കിട്ടില്ല ചങ്ങായിനെ. കാരണം ആ എനർജി ലെവലും എന്തൂസിയാസും ഒക്കെ ഭീകരമാണെന്നുള്ള കാര്യമാണ്. അപ്പോൾ പുള്ളിക്കാരനില്ല. അതേപോലെ തന്നെ നമ്മൾ മിഡ്ഫീൽഡിലേക്ക് കഴിഞ്ഞാൽ യൂസഫ് ഫൊഫാന, ഗുണ്ടോസി, ബുബക്കർ കമാറ, കെഫ്രം തുറാം. ബുബക്കർ കമാറയ്ക്ക് ഇഞ്ചുറി ആയില്ലേ? എനിവേ, അതേപോലെ തന്നെ ഫോർവേഡിൽ കിങ്സ്ലി കോമൻ ഗെയിമിൽ റിഗ്രഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. ആൾ അൽ നസറിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എസ്തബാൻ ലെപോൾ റെൻ്റെ പ്ലെയറാണ്. എൻകൂക്കുവിന് കിട്ടിയില്ല. തോവാൻ. ഈ ഫ്രഞ്ച് സ്ക്വാഡിൽ മിസ് ഔട്ട് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ പോലും വേൾഡ് കപ്പിൽ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇഞ്ചുറി ആയിട്ടുള്ള ആൾക്കാരും കൂടി നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അമ്മാതിരി ഒരു സ്ക്വാഡായിട്ടാണ് വരുന്നത്. ഇനി അവരുടെ ഗ്രൂപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തിരി ട്രിക്കിയാണ് അവരുടെ ഗ്രൂപ്പ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വലിയ തോതിൽ മരണ ഗ്രൂപ്പുകളില്ലാത്ത ഒരു വേൾഡ് കപ്പാണ്. കാരണം വെച്ചാൽ ഈവൻ തേർഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ബെസ്റ്റ് 8 തേർഡ് പ്ലേസ് ടീമുകൾക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ബിഗ് ടീമുകളൊക്കെ കടന്നുകൂടാൻ വളരെ വളരെ സാധ്യതയുള്ള തരത്തിലുള്ള, ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉള്ള തരത്തിലുള്ള ഒരു വേൾഡ് കപ്പാണിത്. ഓക്കെ, പക്ഷെ എന്നാൽ പോലും ഇത് കുറച്ച് ടൈറ്റാ. സെനഗൽ ആഫ്രിക്കയിലെ ബെസ്റ്റ് ടീം എന്ന രീതിയിൽ നമുക്ക് വിളിക്കാൻ പറ്റുന്ന സൈഡാണ് സെനഗൽ, അല്ലേ? സെനഗലുമായിട്ട് ഫ്രാൻസിന് മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചരിത്രമുണ്ട് 2002 വേൾഡ് കപ്പിലെ സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് കഴിഞ്ഞാൽ. പിന്നെ നോർവേ ശരിക്കും ഡാർക്ക് ഹോഴ്സുകളായിട്ട് വരുന്ന ഒരു സൈഡാണ്. നോർവേ എളുപ്പമല്ല. ഇറാഖും നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ഇറാഖ് എന്തായാലും ഫ്രാൻസ് ഇറാഖിനെ തോൽപ്പിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഫുട്ബോളാണ്, അത് വേറെ കാര്യം. പക്ഷേ ബാക്കി രണ്ടും ഇത്തിരി ഇടങ്ങർ പിടിച്ച ഫിക്സ്ചറുകളാണ് ഫ്രാൻസ് സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട്
ഓവർ കോൺഫിഡൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. പക്ഷേ സ്റ്റിൽ വലിയ ടീമുകൾക്ക് പണി കിട്ടാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഞാൻ. റൈറ്റ് ആറ്റിറ്റ്യൂഡിൽ തന്നെ എല്ലാ മത്സരങ്ങളെയും കാണാൻ ഡെഷോംസ് പഠിപ്പിക്കും. അത് വേറെ കാര്യമാണ്. ഡെഷോംസ് സംബന്ധിച്ചോളം അത്തരത്തിൽ ഭയങ്കര ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ കാര്യം ചെയ്യുന്ന ഒരാൾ. എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ടായി. ഈ ഡെഷോംസിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വേൾഡ് സ്പോർട്സ് സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവസാനത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റ് സെക്ഷനായിരുന്നു. ഫോമർ വേൾഡ് കപ്പ് വിന്നേഴ്സിൻ്റെ ഒരു സെക്ഷനായിരുന്നു അത്. അതിലുണ്ടായിരുന്ന ആൾക്കാർ അവരുടെ ആ ഒരു വാർത്താനൊക്കെ കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് ഡെഷോംസിൻ്റെ കൂടെ. പക്ഷേ ഞാൻ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക് പോയിട്ട്. ആൾക്ക് മാത്രമല്ല, നമ്മുടെ റൊണാൾഡോ നെസാരിയോ, ഫെനോമിനൻ, ഡെൽ പിയേറോ, അതേപോലെ തന്നെ വേറെ ആരുണ്ടായിരുന്നു അതിൽ, ഡെൽ പിയേറോ, ഡെഷോംസ്, റൊണാൾഡോ, പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ, കഫു. ഇവർക്കൊക്കെ ഷേക്ക് ഹാൻഡും കാര്യങ്ങളും കൊടുത്തു എനിക്ക്. പക്ഷേ അവരുടെ കൂടെ സെൽഫി എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആരും ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു സമയത്ത്. പക്ഷേ അന്ന് ഞാൻ വേറെ കുറച്ച് ആൾക്കാരുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അവറാം ഗ്രാൻഡിൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റോബി കീൻ്റെ കൂടെ ഫോട്ടോ എടുത്തു. കാരണം അവരൊക്കെ നിന്ന് തന്നു ഫോട്ടോ എടുക്കാൻ. ഇവരുടെയൊക്കെ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ആരെയൊക്കെ ഫോട്ടോ എടുത്ത് തരണ്ടേ, അല്ലാതെ അവരോട് ഇങ്ങനെ ഞാൻ സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല. അങ്ങനത്തെ സംഭവമുണ്ട്. അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടെങ്കിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു വലിയൊരു ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ ഡെഷോംസ് ഈ കൾച്ചറിനെ വലിയൊക്കെ സംസാരിക്കുന്നുണ്ട്. കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. വിന്നിങ് കൾച്ചർ, ഫാമിലി അറ്റ്മോസ്ഫിയർ, റൈറ്റ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതിൽ ഒരെണ്ണെങ്കിലും പേട് മതി പണി വാളാനായിട്ട്. അപ്പം ഫ്രാൻസ് സ്ക്വാഡിൽ അങ്ങനത്തെ ആ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഡെഷോംസ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാൽ പിടിച്ച് പുറത്താക്കും, അല്ലേ? ബെൻസിമേനേക്കാൾ തിരിച്ചു കൊണ്ടുവന്നു സ്ക്വാഡിൽ. പക്ഷേ നമുക്കറിയുന്നതാണ് എന്തുകൊണ്ടായിരുന്നു ബെൻസിമയൊക്കെ പുറത്തിരുന്നത്, അല്ലേ? അത് ആരായാലും എത്ര വലിയ സ്റ്റാർ ആണെങ്കിലും അതിനൊന്നും ചങ്ങായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസ് സ്ക്വാഡ് അവരുടെ മൂന്നാമത്തെ വേൾഡ് കപ്പ് അടിക്കാൻ റെഡിയാണ്. എത്ര ദൂരം അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കും, അവർക്ക് ആ വേൾഡ് കപ്പ് അടിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം. പക്ഷേ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ഫേവറേറ്റ്സ് ആണ്. അത് ഏതൊരു മനുഷ്യനും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഭവമാണല്ലേ. അപ്പോൾ എന്തായാലും അവർക്ക് അവരുടെ മൂന്നാമത്തെ വേൾഡ് കപ്പ് അടിക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയാം. മൂന്നാമത്തെ ഫൈനലിലേക്ക്, കൺസെക്യൂട്ടീവ് ആയിട്ടുള്ള ഫൈനലിലേക്ക് എത്താൻ സാധിക്കുമോ എന്നുള്ളതും കണ്ടറിയാം. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.